സന്ധ്യാദീപം തിളങ്ങും നേരം തിരുനടയിൽ ശാന്തി നിറയും. തന്ത്രിയുടെ മന്ത്രധ്വാനങ്ങൾ ഉണർത്തിയിടും ഭക്തി തൻ തരംഗം. ക്ഷേത്രകലകൾ വാഴുമീ പുണ്യം ദർശന പുണ്യം തിരുനട, ദർശന പുണ്യം തിരുനട. നിളനദിയുടെ അമൃത സഞ്ചാരത്തിന് സാക്ഷ്യം വഹിച്ച് ശാന്തസുന്ദരമായ ഗ്രാമീണ പ്രകൃതിയുടെ പശ്ചാത്തലത്തിൽ തലയുയർത്തി നിൽക്കുന്ന അപൂർവ പുണ്യസങ്കേതമാണ് പാമ്പാടി മന്ദം ഭദ്രകാളി ക്ഷേത്രം. നൂറ്റാണ്ടുകളുടെ ചരിത്രവും ഐതിഹ്യ പെരുമയും ഒരുപോലെ സംഗമിക്കുന്ന ഈ ക്ഷേത്രം വള്ളുവനാടിന്റെ ആത്മീയ ഭൂപടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവീ സന്നിധികളിൽ ഒന്നാണ്. അപ്പോൾ ആര് ആത്മാർത്ഥമായിട്ട് വിളിക്കുന്നോ അവർക്കുണ്ടാവും. ഇവിടെ വന്നിട്ട് മറ്റുള്ള നഷ്ടം പറഞ്ഞാൽ അത് സാധിക്കില്ല. നന്നാവണം പറഞ്ഞാൽ അമ്മ നന്നാക്കും. മനസ്സാറിന് അമ്മയെ വിളിച്ചാൽ അമ്മയുണ്ടാവും. ഇവിടെ ഏത് നടക്കുന്ന സാക്ഷാൽ മഹാഭദ്രകാളിയാണ്. ഭദ്രകാളി ഇതിൽ മേലെയിലായ ലോകത്ത് ഏതുമില്ല. ആദ്യ പരാശക്തി. ഈ പരാശക്തിയാണ് ഈ ഇരിക്കുന്ന മണ്ണത്തെ ഭഗവതി. ഇനി ഇവിടുന്നെങ്കിൽ ഈ ദേശം നന്നായിക്കോളും. അതിനുവേണ്ട കൈകാര്യങ്ങൾ ഇവിടെ അയാൾ ചെയ്യുന്നുണ്ട്. ഈ പ്രദേശത്ത് ഈ ആൾ ചെയ്യുന്നു. എനിക്ക് വേണ്ടി ഞാനും ചെയ്യുന്നുണ്ട്. ഈ ദേശം നന്നാക്കുക, ദേശവാസികൾ നന്നാവുക. അതുകൊണ്ട് നമ്മുടെ കീർത്തി ഇവിടെ ഇനി വർദ്ധിച്ചിട്ടേ വരും. ഈ കൊല്ലത്തെക്കാട്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് പുരോഗമിപ്പിക്കും. ഇത് ഞങ്ങളുടെ കടമയാണ്, ഞങ്ങളുടെ സഭയാണ്. ഞങ്ങൾ പോയാലും ഞങ്ങളുടെ ദേശം നന്നാവണം. അതിന് ആദ്യ പരാശക്തി, ഇതാണ് ഏറ്റവും വലിയ ശക്തി. ഇതിനെ ഉണർത്തുക, ഈ ദേശം നന്നാവും. അതുപോലെ നിങ്ങളും എല്ലാവരും നന്നാവും. പരമ്പരാഗത ആചാരങ്ങളുടെയും തനിമയുടെയും പ്രൗഢി ഒട്ടും ചോർന്നു പോകാതെയാണ് ഈ മഹാക്ഷേത്രം ഇന്നും നിലകൊള്ളുന്നത്. ആദിപരാശക്തിയുടെ ഉഗ്രഭാവവും അതേസമയം മാതൃകരുണയും തുളുമ്പുന്ന ഭദ്രകാളി സാന്നിധ്യമാണ് ഇവിടുത്തെ മുഖ്യപ്രതിഷ്ഠ. കിഴക്കോട്ട് ദർശനമേകി കുടികൊള്ളുന്ന ഭഗവതി ഭക്തരുടെ സങ്കടങ്ങൾ തീർത്ത് അഭയമേകുന്നു. കഴിഞ്ഞ ഒരു 2 വർഷമായി ഈ ക്ഷേത്രത്തിന്റെ കാര്യങ്ങളും കൊണ്ടു നടത്തുന്നത് ഈ ദേശത്തെ ഭാരവാഹികളിൽ നിന്നും തെരഞ്ഞെടുത്ത ഒരു ക്ഷേത്രം ട്രസ്റ്റാണ്. നിത്യനിദാന ചെലവുകൾ ക്ഷേത്ര സംബന്ധമായ ഉത്സവങ്ങളും കൊണ്ടു നടത്തുന്നതും ക്ഷേത്രം ട്രസ്റ്റാണ്. താലപ്പൊലിക്ക് ഒരു പ്രത്യേക ആഘോഷ കമ്മിറ്റി, അതായത് ഒരു ഉത്സവ കമ്മിറ്റി ഈ ക്ഷേത്രം ട്രസ്റ്റിന്റെ അധീനതയിൽ രൂപീകരിച്ചിട്ടാണ് ഇനിയുള്ള വർഷങ്ങളിൽ താലപ്പൊലി നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഈ ക്ഷേത്രത്തിന്റെ വാസ്തുപരമായ മറ്റൊരു പ്രത്യേകത ഇതിന്റെ സവിശേഷമായ പ്രതിഷ്ഠാ രീതിയാണ്. അഷ്ടബന്ധം ഉറപ്പിച്ച അതീവ ചൈതന്യവത്തായ പ്രതിഷ്ഠയാണ് പാമ്പാടി മന്ദം ഭഗവതിയുടേത്. മുഖ്യ ശ്രീകോവിലിന് പുറമെ മറ്റ് പ്രധാന പ്രതിഷ്ഠകളും ഈ സന്നിധിയെ ധന്യമാക്കുന്നുണ്ട്. പടിഞ്ഞാട്ട് ദർശനമേകി കുടികൊള്ളുന്ന നാഗദേവതകളും കിഴക്കൂട്ട് ദർശനമേകി പ്രഭ എന്ന പത്നിക്കും സത്യകൻ എന്ന പുത്രനുമൊപ്പം ശാസ്താവും ഇവിടെ ഭക്തർക്ക് അനുഗ്രഹം പൊഴിക്കുന്നു. 150ഓളം വർഷം പഴക്കമുള്ള വലിയ ആൽമരം ഈ ക്ഷേത്രമുറ്റത്തിന് വല്ലാത്തൊരു ഗാംഭീര്യവും ശാന്തതയും സമ്മാനിക്കുന്നുണ്ട്. കാലത്തിന്റെ കുത്തൊഴുക്കിലും പച്ചപ്പും പ്രകൃതി ഭംഗിയും തുളുമ്പി നിൽക്കുന്ന ഈ ആൽത്തറവട്ടം ഭക്തരുടെ മനസ്സിന് കുളിർമയേകുന്ന ഒന്നാണ്. ഭക്തരുടെ മനോരഥങ്ങൾ സാധിച്ചു കൊടുക്കുന്നതിൽ അതീവ പ്രശസ്തമാണ് ഇവിടുത്തെ വഴിപാടുകൾ. മനസ്സിന്റെ ഇച്ഛാഭംഗങ്ങൾ മാറ്റാനും വിവാഹ തടസ്സങ്ങൾ നീങ്ങാനും നടത്തുന്ന മംഗല്യപൂജ, ദുരിതങ്ങളിൽ നിന്നും മോചനം നേടാനായുള്ള മുട്ടിറക്കൽ, സന്താനലബ്ധിക്കായി പ്രത്യേക പൂജ, വാഗ്ദേവതാ സാന്നിധ്യമുള്ളതുകൊണ്ട് വിദ്യാലബ്ധിക്ക് അതിപ്രാധാന്യ വഴിപാടും ഇവിടെ നടത്തിപ്പോരുന്നു. ഭക്തിസാന്ദ്രമായ ചുറ്റുവിളക്ക്, ദിവസപൂജ, ഭഗവത് സേവ എന്നിവയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. കാര്യസാധ്യത്തിനായി ഭഗവതിക്ക് വിശേഷാൽ പട്ടുചാർത്തുന്നതും സർപ്പദോഷങ്ങൾ അകറ്റാൻ നാഗദേവതകൾക്ക് വർഷത്തിലൊരിക്കൽ 100 പാലും പായസഹോമം, സർപ്പബലി എന്നിവ സമർപ്പിക്കുന്നതും ശാസ്താവിങ്കൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നതും ഭക്തർക്ക് സർവകാര്യ വിജയവും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്നുവെന്നാണ് വിശ്വാസം. ഈ ക്ഷേത്രത്തിന്റെ ചില പ്രത്യേകതകൾ ഏറ്റവും ആദ്യം എനിക്ക് പറയാനുള്ളത്, മുൻകാലങ്ങളിൽ ഇവിടെ മാസത്തിൽ ഒരിക്കൽ മാത്രമായിരുന്നു പൂജ നടന്നിരുന്നത്. ആ മാസത്തിൽ ഒരിക്കൽ നടക്കുന്ന പൂജ ഈ ദേശത്തെ എല്ലാ ദേശവാസികളും ചേർന്ന് ഒരു പായസം വെച്ച് അത് വിതരണം ചെയ്യലായിരുന്നു. ഇന്നും ഈ ക്ഷേത്രത്തിലെ ആ തനിമ ഞങ്ങൾ നിലനിർത്തുന്നുണ്ട്.
രണ്ടാമതായിട്ട് പറയാനുള്ളത്, ഈ ക്ഷേത്രത്തിൽ പ്രത്യേകിച്ച് പാരമ്പര്യമായിട്ട് പൂജിക്കാനുള്ള അവകാശികൾ ആരും തന്നെ ഇല്ല. ഈ ക്ഷേത്രത്തിൽ പ്രത്യേകിച്ച് കോമരങ്ങളില്ല, കൊടിമരമില്ല. എങ്കിൽ കൂടിയും ഈ 3 ദേശങ്ങളുടെയും കാര്യം ചിന്തിക്കുകയാണെങ്കിൽ പാമ്പാടി ദേശത്തിന് മാത്രം അവകാശപ്പെട്ടതാണ് ഇവിടുത്തെ കൊടിയേറ്റം. പാമ്പാടി ദേശത്തിന്റെ കൊടിയേറ്റം പ്രത്യേകമായിട്ടാണ് നടത്തുന്നത്. അതുപോലെ തന്നെ കൊടിയിറക്കവും. താലപ്പൊലി മഹോത്സവം കൂടാതെ അഷ്ടമംഗല പ്രശ്നത്തിൽ തെളിഞ്ഞ പ്രകാരം നവരാത്രി ഉത്സവം അതിഗംഭീരമായിട്ടാണ് കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് ഈ ക്ഷേത്രത്തിൽ കൊണ്ടാടുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരം സാംസ്കാരിക കലാപരിപാടികളും അതിനുശേഷം അന്നപ്രസാദവും ഈ 3 വർഷമായിട്ട് ഞങ്ങൾ നടത്തുന്നുണ്ട്. അതോടൊപ്പം വൃശ്ചിക മാസത്തിൽ ഒരുപക്ഷെ തിരുവില്ലാമലയിൽ തന്നെ അത്യപൂർവമായിട്ട് നടത്തപ്പെടുന്ന അയ്യപ്പൻ തീയാട്ട് ഞങ്ങൾ ഈ ക്ഷേത്രാങ്കണത്തിൽ നടത്തുന്നുണ്ട്. കൂടാതെ കർക്കിടക മാസത്തിൽ എല്ലാ മാസവും രാവിലെ രാമായണ പാരായണവും നിത്യപൂജകളും പ്രത്യേക പൂജകളും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ത്രികാല പൂജ, മഹാഭഗവത് സേവ ഞങ്ങൾ കർക്കിടക മാസത്തിൽ നടത്താറുണ്ട്. ദീപാവലി ഉത്സവം അതിഗംഭീരമായിട്ടാണ് ഞങ്ങൾ ആഘോഷിക്കുന്നത്. ഈ ക്ഷേത്രത്തിന്റെ ചൈതന്യം ഇതേ രീതിയിൽ നിലനിർത്തുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു കടമയായിട്ടും കൂടി ഞങ്ങൾ കാണുന്നു. കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ചില സവിശേഷതകളും ആചാരങ്ങളും ഈ ക്ഷേത്രത്തിനുണ്ട്. സാധാരണയായി കൊടിമരമുള്ള ക്ഷേത്രങ്ങളിലാണ് കൊടിയേറ്റം നടക്കാറുള്ളതെങ്കിൽ കൊടിമരമില്ലാതെ തന്നെ കൊടിയേറ്റവും താലപ്പൊലിയും നടക്കുന്നുവെന്നത് പാമ്പാടി മന്ദം ക്ഷേത്രത്തിന്റെ മാത്രം അപൂർവതയാണ്. കൂടാതെ പാരമ്പര്യ ശാന്തിക്കാരോ കോമരങ്ങളോ ഇല്ലാത്ത ക്ഷേത്രമെന്ന പ്രത്യേകതയും ഇതിനുണ്ട്. പ്രശസ്തമായ പറക്കോട്ടുകാവ് താലപ്പൊലിയുടെ പ്രധാന പങ്കാളികളിലൊന്നായ പാമ്പാടി ദേശത്തിന്റെ ഉത്സവം ആരംഭിക്കുന്നതും ഈ പുണ്യസങ്കേതത്തിൽ നിന്നാണ്. ദേശകമ്മിറ്റി ഭാരവാഹികളും നാട്ടിലെ പ്രമുഖരും ഉൾപ്പെടുന്ന വിപുലമായ ട്രസ്റ്റിന്റെ നേരിട്ടുള്ള ആഭിമുഖ്യത്തിലാണ് ക്ഷേത്രഭരണവും മറ്റു കാര്യങ്ങളും വളരെ ഭംഗിയായി നടന്നു പോരുന്നത്. ആണ്ടറുതിയിലെ വിശേഷാൽ ഉത്സവങ്ങളും ഈ ക്ഷേത്രത്തെ സജീവമാക്കുന്നുണ്ട്. പ്രപഞ്ചമാതാവിനെ ആരാധിക്കുന്ന നവരാത്രി മഹോത്സവം ഇവിടെ വിപുലമായ ചടങ്ങുകളോടെയാണ് ആഘോഷിക്കുന്നത്. കർക്കിടക മാസത്തിൽ ദിനം പ്രതി ആചരിക്കുന്ന രാമായണ മാസാചരണവും വൃശ്ചിക മാസത്തിൽ നടത്തുന്ന അയ്യപ്പൻ തീയാട്ടും ഈ ക്ഷേത്രസന്നിധിയെ ഭക്തിസാന്ദ്രമാക്കുന്നു. മകരച്ചൊവ്വയിലെ പൊങ്കാല സമർപ്പണം ഏറെ സവിശേഷമാണ്. പുരാതന കാലം മുതൽക്കേ ദേശത്തിന്റെ സാംസ്കാരികവും ആത്മീയവുമായ ഉന്നതിക്ക് പിന്നിൽ ഈ ഭഗവതിയുടെ സാന്നിധ്യമുണ്ട്. അമ്മയുടെ തിരുമുൻപിൽ എത്തിപ്പെടുന്ന ആരുടെയും ദുഃഖങ്ങൾ പമ്പ കടക്കുമെന്നാണ് അനുഭവിച്ചറിഞ്ഞവരുടെ സാക്ഷ്യപ്പെടുത്തൽ. കാലത്തിന്റെ മാറ്റങ്ങൾക്കിടയിലും സ്വന്തം തനിമയും പവിത്രതയും ഒട്ടും ചോർന്നു പോകാതെ സംരക്ഷിക്കപ്പെടുന്ന ക്ഷേത്രം വള്ളുവനാടിന്റെ മാതൃഭക്തിയുടെ പ്രതീകമായി തലയുയർത്തി തന്നെ നിലകൊള്ളുന്നു. നിളയുടെ തീരത്ത് നിന്ന് വീശിയടിക്കുന്ന കുളിർക്കാറ്റും രാമനാമ ജപങ്ങളും ഭഗവതിയുടെ തേജസ്സും ഒരുപോലെ സംഗമിക്കുന്ന പാമ്പാടി മന്ദം ഭദ്രകാളി ക്ഷേത്രം മാനസിക ശാന്തിയും ആത്മീയ സാന്ത്വനവും തേടിയെത്തുന്ന ഏതൊരു തീർത്ഥാടകനും ഒരിക്കലെങ്കിലും ദർശിച്ചിരിക്കേണ്ട അനുഗ്രഹീത പുണ്യഭൂമിയാണ്. ഈ മണ്ണിലേക്ക് എത്തിച്ചേരുന്ന ഓരോ ഭക്തനും ലഭിക്കുന്നത് അമ്മയുടെ വാത്സല്യവും എല്ലാവിധ ഐശ്വര്യങ്ങളുമാണ്. സന്ധ്യാദീപം തിളങ്ങും നേരം തിരുനടയിൽ ശാന്തി നിറയും. തന്ത്രിയുടെ മന്ത്രധ്വാനങ്ങൾ ഉണർത്തിയിടും ഭക്തി തൻ തരംഗം. ക്ഷേത്രകലകൾ വാഴുമീ പുണ്യം ദർശന പുണ്യം തിരുനട. ദർശന പുണ്യം തിരുനട.